ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് മലയാളം PSC കഴിഞ്ഞ എക്സാമുകളിലായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷമൊക്കെ ആയിട്ട് ചോദിച്ച മലയാളത്തും ഭാഗത്തുള്ള മുൻവർഷ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? തന്നിരിക്കുന്നതിൽ നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താം. ദ്വീപവതിയുണ്ട്, ധൂനിയുണ്ട്, പയോധമുണ്ട്, സ്രോതസ്സുണ്ട്. ഇതിൽ നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാ? നദിയുടെ പര്യായ പദം അല്ലാത്തത് പയോധമാണ് കേട്ടോ. പയോധമാണ് നദിയുടെ പര്യായ പദം അല്ലാത്തത്. അപ്പോൾ ഇതിൽ നദിയുടെ പര്യായ പദങ്ങളാണ് ഏതൊക്കെ? ദ്വീപവതി, ധൂനി, സ്രോതസ്. ദ്വീപവതി, ധൂനി, സ്രോതസ് ഇതൊക്കെ എന്താ? നദിയുടെ പര്യായ പദങ്ങളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, രാത്രി എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താം. രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഒന്ന് നിശ, ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ. ഇതിൽ രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? ഏതായിരിക്കും? ക്ഷണപ്രഭയാണ് കേട്ടോ. 4 മാത്രമാണ് ക്ഷണപ്രഭ. ബാക്കിയൊക്കെ എന്താണ്? നിശ, ത്രിയാമ, ക്ഷണത ഇതൊക്കെ എന്തിൻ്റെതാണ്? രാത്രിയുടെ പര്യായ പദങ്ങളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അതായത് അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. അപ്പോൾ ഇതിൽ വരയിട്ടിരിക്കുന്ന ഏതാ? അകത്തമ്മ ചമഞ്ഞ് എന്നുള്ളതാണ്. അപ്പോൾ ആ ശൈലിയുടെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കാം. അകത്തമ്മ ചമഞ്ഞു എന്നതിൻ്റെ ശൈലിയുടെ അർത്ഥം എന്താണ്? എന്താ? വലിയ മേന്മ നടിക്കുക എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി, വലിയ മേന്മ നടിക്കുക. അപ്പോൾ അകത്തമ്മ ചമഞ്ഞ് നടക്കുക എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണെന്ന് വെച്ചാൽ, ആ ശൈലിയുടെ ഒറ്റപ്പദം അല്ലെങ്കിൽ ശൈലിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വലിയ മേന്മ നടിക്കുക എന്നാണ് കേട്ടോ. അകത്തമ്മ ചമഞ്ഞ് നടക്കുക, വലിയ മേന്മ നടിക്കുക. 4 ഒറ്റപ്പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. മനസ്സിനെ രമിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? മനസ്സിനെ രമിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താ? മനോരമയാട്ടോ. ഓപ്ഷൻ ബി, മനോരമ. മനസ്സിനെ രമിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് എന്ത്? മനോരമ. 5 കയ്യ്, കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ കിട്ടുന്ന രൂപം ഏതാണ്? കയ്യ്, കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ കിട്ടുന്ന രൂപം ഏതാണ്? എന്താ? കയ്യ് പ്ലസ് കാലെന്താ? കൈകാലുകളാട്ടോ. ഓപ്ഷൻ ഡി, കൈകാലുകൾ. കയ്യിനെയും കയ്യ്, കാലിവ സമാസിച്ചാൽ കിട്ടുന്നതാണ് ഇത്? കൈകാലുകൾ. ഇനി ആറാമത്തെ ചോദ്യം, ഉലക്കമൂട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉലക്കമൂട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എന്താ ഉലക്കമൂട് എന്ന ശൈലിയുടെ അർത്ഥം? അതായത് നിസ്സാരമാട്ടോ. നിസ്സാരമായത്. ഉലക്കമൂടെന്ന് പറഞ്ഞാൽ എന്താ? നിസ്സാരമായതാണ്. 7 വിപരീത പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഉത്തമം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഉത്തമം എന്നതിൻ്റെ വിപരീതം എന്താ? അധമമാണ് അല്ലേ? അധമമാണ്. ഓപ്ഷൻ സി, അധമമാണ്. ഉത്തമം, അധമം. 8ാമത്തെ ചോദ്യം ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. 1 സതോചിതം, അതായത് സത്ത് അധികം ഉചിതം. 2 യഥോചിതം, യഥാ അധികം ഉചിതം. 3 അത്യന്തം, അതി പ്ലസ് അന്തം. 4 അധിഷ്ഠിതം, അതി അധികം സ്ഥിതം. ഇതിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയായിരിക്കും ശരിയായത്? 1 സദോചിതം എന്ന് പറയുന്നത് എങ്കിൽ തന്നെയാണ് സത് അധികം ഉചിതം എന്ന് തന്നെയാണ്. യഥാ അധികം ഉചിതമാണ് ഏത്? യഥോചിതം. അതും ശരിയാണ്. അതി പ്ലസ് അന്തം, അതി പ്ലസ് അന്തം അത്യന്തം, അതും എന്താണ്? ശരിയായതാണ്. 4 അധിഷ്ഠിതം, എന്താ? അതി പ്ലസ് സ്ഥിതം. അധിഷ്ഠിതം എന്താ? അതി പ്ലസ് സ്ഥിതമാണ്. അപ്പോൾ 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായതാണ്. ഇനി 9 പര്യായ പദങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക. അതായത് വെള്ളത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? 1 സലിലം, 2 ദ്രവ്യം, 3 അമ്പു, 4 തോയം, 5 ക്രിൽസം. ഇതിൽ വെള്ളത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാ വെള്ളത്തിൻ്റെ പര്യായ പദങ്ങൾ? 1 സലിലമുണ്ട്, 2 അമ്പു, തോയം, ക്രിൽസം. അതൊക്കെ എന്താണ്? വെള്ളത്തിൻ്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. അപ്പോൾ 1, 3, 4, 5 ആണ് ഏത്? ശരിയായ ഉത്തരം. അപ്പം വെള്ളത്തിൻ്റെ പര്യായ പദങ്ങൾ ഒന്നുകൂടി നോക്കുക. സലിലം, അമ്പു, തോയം, ക്രിൽസം ഇതൊക്കെ എന്താ? വെള്ളത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഇനി 10 ശരിയായ പദം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുടിശ്ശിക, അതുപോലെ ദിനപത്രം, ശൃംഖല, പ്രസംഗകൻ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പദങ്ങൾ എന്ന് കണ്ടുപിടിക്കാം.
ഏതൊക്കെയാ ശരിയായ പദങ്ങൾ? ഒന്ന് കുടിശ്ശിക ശരിയാണ്, ദിനപത്രം ശരിയാണ്, ദിനപത്രം എന്നാട്ടോ, ദിനപത്രമല്ല ദിനപത്രം. പിന്നെ ശൃംഖല, അതുപോലെ പ്രസംഗകൻ, 4 എന്താണ് ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 11ാമത്തെ ചോദ്യം, പെനി വൈസ് പൗണ്ട് ഫൂളിഷ്. പെനി വൈസ് പൗണ്ട് ഫൂളിഷ് അനുയോജ്യമായ മലയാളം ചൊല്ല് ഏതാന്ന് കണ്ടെത്താം. പെനി വൈസ് പൗണ്ട് ഫൂളിഷ് എന്താ അതിൻ്റെ അർത്ഥം? ആന ചേരുന്നത് അറിയില്ല, പേൻ ചോരുന്നത് അറിയും. ആന ചോരുന്നത് അറിയില്ല, പേന് ചോരുന്നത് അറിയുമെന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ പെനി വൈസ് പൗണ്ട് ഫൂളിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ആന ചോരുന്നത് അറിയില്ല, പേൻ ചോരുന്നത് അറിയും. ഇനി 12 തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാട്ടോ. ധനവാന് ധനവത്രി, പിന്നെ ഭ്രാതാവ് സ്വസാവ്, 3 നേതാവ് നേത്രി, 4 മാതുലൻ മാതുലാനി. ഇതിൽ ജോഡികളിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്താം. ഏതൊക്കെയാ? ധനവാൻ ധനവത്രി തെറ്റാണ്. ധനവാൻ ധനവത്രി തെറ്റാണ്. 2 ഭ്രാതാവ് സ്വസാവ് അതും എന്താണ്? തെറ്റാണ്. ശരിയായത് ഏതൊക്കെയാ? നേതാവ് നേത്രി ശരിയാണ്, മാതുലൻ മാതുലാനി എന്നതും ശരിയാണ്. അപ്പോൾ ധനവാന്റെ ഏതാ വരിക? ധനവതിയാണ് കേട്ടോ, ധനവതി. ധനവാൻ ധനവതി. അതുപോലെ ഭ്രാതാവ് എന്താ വരിക? സ്വസ്താവാണ് കേട്ടോ, ഭ്രാതാവ് സ്വസ്താവ്. അപ്പം ഭ്രാതാവ് സ്വസ്താവ്, ധനവാൻ ധനവതി, നേതാവ് നേത്രി, മാതുലൻ മാതുലാനി. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. 13 ശരിയായ വാക്യം ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ന്യായാധിപൻ മദ്യപിച്ചതിന് പ്രതിയെ ശിക്ഷിച്ചു. 2 ഇത് കുട്ടികൾക്കും കൂടി അറിയാം. 3 അവർ ഓരോ വീട് തോറും കയറിയിറങ്ങി. 4 ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? ഏതൊക്കെയാ ശരിയായ പ്രസ്താവന? ഒന്നാമത്തെ, ന്യായാധിപൻ മദ്യപിച്ചതിന് പ്രതിയെ ശിക്ഷിച്ചു. ആരവിടെ മദ്യപിച്ചത്? ന്യായാധിപനാണ് മദ്യപിച്ചത്. പക്ഷെ ശിക്ഷിക്കുന്നത് ആരെയാ? പ്രതിയാണ്. അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ന്യായാധിപൻ മദ്യപിച്ചതിന് പ്രതിയെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി ഇത് കുട്ടികൾക്കും കൂടി അറിയാം. കുട്ടികൾക്കും ഉണ്ട്, കൂടിയുണ്ട്. അപ്പോൾ അത് വേണ്ട. 2 വേർഡുള്ളതുകൊണ്ട് അതും തെറ്റാണ് അല്ലേ? കുട്ടികൾക്കും കൂടി അറിയാമെന്നുള്ളത് തെറ്റാണ്. ഇനി അവർ ഓരോ വീട് തോറും കയറി ഇറങ്ങി. ഓരോ എന്നുണ്ട്, പിന്നെ തോറുമുണ്ട്. 2 ഒരേ മീനിങ് അല്ലേ വരും അല്ലേ? അപ്പോൾ അത് വേണ്ട, അതും തെറ്റാണ്. അപ്പോൾ ഇതേതേ ശരിയുള്ളൂ? ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. അതാണ് ഇതിൽ ശരിയായ വാക്യം. ഇനി 14 ഒറ്റപ്പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. ആശ നശിച്ചവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ആശ നശിച്ചവൻ ഏതാ? ആശ നശിച്ചവനാണ് ഹതാശൻ. ആശ നശിച്ചവൻ ഹതാശനാണ്. 15 പകരം പദം തിരഞ്ഞെടുക്കുക. ക്ഷണനം എന്നതിൻ്റെ വേറൊരു പദം എന്താണ്? ക്ഷണനം. ക്ഷണനം എന്നാൽ അതിന് വേറൊരു പദം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ? വധമാണ് കേട്ടോ, വധമാണ്. ക്ഷണനം അതിൻ്റെ വേറെ വേർഡാണെന്ത്? വധം. ഇനി 16 പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ്. പിരിച്ചെഴുതുക, അതായത് വാഗ്വിലാസം എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതാം? വാഗ്വിലാസം എങ്ങനെയാ? വാഗ്വിലാസം പിരിച്ചെഴുതുക. വാക്ക് പ്ലസ് വിലാസമാണ് കേട്ടോ. വാക്ക് പ്ലസ് വിലാസമാണ് എന്ത്? വാഗ്വിലാസം. വാക്ക് പ്ലസ് വിലാസമാണ് എന്ത്? വാഗ്വിലാസം. ഇനി 17 ശരിയായ വാക്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100ൽ 99% വിജയിച്ചു. രണ്ടാമത്തത്, ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100ൽ 99% പേരും വിജയിച്ചു. മൂന്നാമത്തത്, ഇത്തവണ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% പേർ വിജയിച്ചു. നാലാമത്തത്, ഇത്തവണത്തെ SSLC പരീക്ഷയിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 100ൽ 99% വിജയിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ഏതാ ഇതിൽ ശരിയായ പ്രസ്താവന? ഒന്നാമത്തെ, ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100ൽ 99%. നമ്മൾ ശതമാനം പറയുന്നത് ഏതിൽ തന്നെയാണ്?
100% പറയുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല, 100ൽ 99. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തത്, ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. ഇവിടെ എന്തുണ്ട്, 100ൽ 99 ഉണ്ട്. അപ്പോൾ അതും തെറ്റാണ്. 3, ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% പേര് വിജയിച്ചു. ഇതിലെന്തില്ല, തെറ്റായ വാക്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ശരിയായ പ്രസ്താവന. നാലാമത്തേലും എന്തുണ്ട്, 100ൽ 99 പേർ വിജയിച്ചു എന്നുണ്ട് അല്ലേ. നമ്മൾ ശതമാനം പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്, 100ൽ തന്നെയേ പറയുള്ളൂ. അപ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും തെറ്റാണ്. ഇനി 18ാമത്തെ ചോദ്യം, മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്താം. മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് പ്രാലേയമുണ്ട്, ജലധരമുണ്ട്, നീഹാരമുണ്ട്, തുഷാരമുണ്ട്. ഇതിൽ മഞ്ഞിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാ? മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തതാണ് ജലധരമാട്ടോ, ജലധരം. അപ്പോൾ മഞ്ഞിൻ്റെ പര്യായ പദങ്ങൾ പഠിക്കുക. പ്രാലേയമുണ്ട്, നീഹാരമുണ്ട്, തുഷാരമുണ്ട് കേട്ടോ. മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ് പ്രാലേയം, നീഹാരം, തുഷാരം. ഇനി 19ാമത്തെ ചോദ്യം, അനിശ്ചിതത്വത്തിൽ തുടരുക ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? അനിശ്ചിതത്വത്തിൽ തുടരുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? എന്താ? ഹാങ് ഇൻ ദ ബാലൻസ് ആണ് കേട്ടോ. ഹാങ് ഇൻ ദ ബാലൻസ്. ഓപ്ഷൻ ബി ആണ്, ഹാങ് ഇൻ ദ ബാലൻസ്. 20ാമത്തെ ചോദ്യം, ഒറ്റപ്പദം എഴുതുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? എല്ലാ ജനങ്ങൾക്കും ബാധകമായത് ഒറ്റപ്പദം എന്താ? സർവജനീയമാട്ടോ, സർവജനീയം. ഓപ്ഷൻ സി ആണ്, സർവജനീയം ഒറ്റപ്പദം. അതായത് എല്ലാ ജനങ്ങൾക്കും ബാധകമായത് എന്താ? സർവജനീയമാണ്. ഇനി വിപരീതം, വിവൃതം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? വിവൃതം എന്നതിൻ്റെ വിപരീത പദം എന്താ? സംവൃദ്ധമാണ് കേട്ടോ. ഓപ്ഷൻ എ സംവൃതം. വിവൃതം, സംവൃതം. 22, ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് മോദിനിയുണ്ട്, ധരണിയുണ്ട്, ജനിത്രിയുണ്ട്, വസുധയുണ്ട്. ഇതിൽ ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാ? ജനിത്രിയാണ് അല്ലെ. ജനിത്രിയാണ് ഏത്? ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത്. അപ്പം ഭൂമിയുടെ പര്യായ പദങ്ങളാണ് മോദിനി, ധരണി, വസുധ. മോദിനി, ധരണി, വസുധ. ജനിത്രി എന്ന് പറഞ്ഞാൽ ആരാ? അമ്മ അല്ലെ. അമ്മയുടെ പര്യായ പദമാണ് ഇത് ജനിത്രി എന്ന് പറയുന്നത്. 23, പെരും അധികം പറ ഇത് ചേർത്തെഴുതിയാൽ കിട്ടുന്നത് എന്താണ്? പെരും അധികം അറ ഇത് ചേർത്തെഴുതിയാൽ കിട്ടുന്നത് എന്താണ്? എന്താ? പെരുമ്പറയാണ് കേട്ടോ. പെരുമ്പറ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പെരുമ്പറ, പെരുമ്പറയാണ്. പെരും അധികം പറ ചേർന്നാൽ എന്താ? പെരുമ്പറയാണ്. 24ാമത്തെ ചോദ്യം, തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ എന്തായിരിക്കും? തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ എന്താ? തണുപ്പ് അധികം ഉണ്ട്. തണുപ്പ് അധികം ഉണ്ട്. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ എങ്ങനെയാ? തണുപ്പ് അധികം ഉണ്ട്. 25, പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം ഏതാണ്? പ്രസംഗിക്കുന്നയാൾ എന്നതിൻ്റെ ശരിയായ പദം എന്താ? പ്രസംഗകനാണ് കേട്ടോ. പ്രസംഗകൻ. ഓപ്ഷൻ ബി പ്രസംഗകൻ. പ്രസംഗിക്കുന്നയാൾ എന്നതിൻ്റെ ശരിയായ പദമാണ് എന്ത്? പ്രസംഗകൻ. 26, കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന ശൈലിയുടെ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താ? അടുത്തുകൂടി ചതിക്കുക എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, അടുത്തുകൂടിയിട്ട് ചതിക്കുക. കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്താ? അടുത്തുകൂടിയിട്ട് ചതിക്കുക എന്നാണ്. ഇനി 27, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. അതായത് ശരിയായ വാക്യം ഏതാണെന്ന് കണ്ടെത്താം. ഒന്നാമത്തത്, 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം ഇത്തവണ 100ൽ 95 ആണ്. ഓപ്ഷൻ ബി, വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. ഓപ്ഷൻ സി, ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു. ഓപ്ഷൻ ഡി, ഗർഭിണിയായ അവൻ്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. ഇതിൽ തെറ്റില്ലാത്തത് അതായത് ശരിയായത് ഏതാ? ഇത് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആട്ടോ വരിക. ഏകദേശം വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന്
പുസ്തകം കൈമാറണം. ഇനി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ നിന്ന് ശരിയായത് ഏതാന്ന് കണ്ടെത്തുക. അന്തസ് എന്നത് എങ്ങനെയാണോ എഴുതുന്നത് അതിൻ്റെ ശരിയായ എങ്ങനെയാ അന്തസ് എന്ന് എഴുതുന്നത്? എടാ അന്തസ് വേണം. എടാ അന്തസ് എങ്ങനെയാണ് അന്തസ് എഴുതുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അന്തസ് എങ്ങനെ എഴുതാം? അന്തസ്. ഓക്കെ. ഇനി 29 അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇതിലേതാ? വരച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഇവിടെ വരയ്ക്കേണ്ടത് ഏതാണെന്ന് അറിയോ? തുല്യത എന്നുള്ളത് കേട്ടോ. തുല്യതയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തുല്യത എന്നതിൻ്റെ വിപരീത പദം എന്താണ്? തുല്യത എന്നതിൻ്റെ വിപരീത പദം എന്താ? അതുല്യമാണ്. ഓപ്ഷൻ സി അതുല്യമാണ്. ഇനി 30 സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏതാ? സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം സൂപവർണിയുണ്ട്, ഹരിതശ്വനുണ്ട്, വികർത്തനുണ്ട്, ബദനനുണ്ട്. ഇതിൽ സൂര്യൻ്റെ പര്യായം അല്ലാത്ത പദം ഏതാ? സൂപവർണിയാണ്. ഓപ്ഷൻ എ സൂപവർണി. 31 പുറം അധികം അടി. ഇത് ചേർത്ത് എഴുതിയാൽ എങ്ങനെയായിരിക്കും? പുറം അധികം അടി ചേർത്ത് എഴുതിയാൽ എങ്ങനെ വരിക? പുറമടിയാണ്. ഓപ്ഷൻ സി പുറമടി. പുറം അധികം അടി എന്താ? പുറമടി. 37 താഴെ പറയുന്നതിൽ സലിംഗ ബഹുവചന രൂപം ഏതാണെന്ന് കണ്ടെത്തുക. സലിംഗ ബഹുവചനം അധ്യാപകർ ഉണ്ട്, പെണ്ണുണ്ട്, പെണ്ണുങ്ങളുണ്ട്, വേലക്കാരുണ്ട്. ഇതിൽ സലിംഗ ബഹുവചന രൂപം ഏതാ? പെണ്ണുങ്ങളാണ്. ഓപ്ഷൻ സി പെണ്ണുങ്ങൾ. ഇനി 33 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം എഴുതുക. വെറും വെള്ളം മാത്രം കുടിച്ചു. ഓപ്ഷൻ ബി അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. ഓപ്ഷൻ സി കേവലം ജലപാനം മാത്രം നടത്തി. ഓപ്ഷൻ ഡി അവൻ മാത്രമേ വന്നുള്ളൂ. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? ഏതാ ഇതിൽ? ഓപ്ഷൻ ബി ആട്ടോ വരിക. അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. അവൻ ഒരക്ഷരം ഉരിയാടിയില്ല എന്നുള്ളതാണ് ശരിയായ വാക്യം. 34 അയാൾ എന്നത് പിരിച്ചെഴുതുക. അയാൾ എന്നുള്ളത് എങ്ങനെയാ പിരിച്ചെഴുതുക? എങ്ങനെയാ അയാൾ എന്നുള്ളത്? ആ പ്ലസ് ആളാണ് കേട്ടോ. ആ പ്ലസ് ആൾ. ആ പ്ലസ് ആൾ. ഓപ്ഷൻ എ ആണ്. ആ പ്ലസ് ആളാണ് എന്ത്? അയാൾ. ആ പ്ലസ് ആളാണ് അയാൾ. 35 താഴെ പറഞ്ഞവയിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അസ്തിത്വം എന്നതിൻ്റെ ശരിയായ വാക്ക് അസ്തിത്വം. എങ്ങനെ എഴുതുക? അസ്തിത്വം. ഓപ്ഷൻ ബി ആണ്. അസ്തിത്വം എന്ന് എഴുതുന്നത് എങ്ങനെയാ? ഓപ്ഷൻ ബി ആണ് അസ്തിത്വം. 36 വാക്ക് അധികം മയം ചേർത്ത് എഴുതുക. വാക്ക് അധികം മയം എങ്ങനെയാ എഴുതുക? വാക്ക് അധികം മയം എങ്ങനെയാ? വാഗ്മയമാണ്. ഓപ്ഷൻ ഡി ആണ് വാഗ്മയം. ഇനി 37 പലവുരു പിരിച്ചെഴുതുക. പലവുരു എന്നത് പിരിച്ചെഴുതുക. എങ്ങനെയാ? പല അധികം ഉരു ആണ് കേട്ടോ. പല അധികം ഉരു. പലവുരു എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പല അധികം ഉരു. ഇനി 38 സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള വചനരൂപം. സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായതാണ് ഇത് ദ്വിവചനമാണ്. ഓപ്ഷൻ സി ദ്വിവചനമാണ്. രണ്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബി ഏറെക്കുറെ 50-നകം ആളുകളെ വന്നു. ഓപ്ഷൻ സി ഉദ്ദേശം 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഓപ്ഷൻ ഡി 40-ലധികം വണ്ടികൾ ഈ റോട്ടിൽ ഓടുന്നു. ഇതിൽ ശരിയായ വാക്യം ഏതാന്ന് കണ്ടെത്താം. ഏതാ ശരിയായ വാക്യം? ഓപ്ഷൻ ഡി ആട്ടോ. ഒരു 40-ലധികം വണ്ടികൾ ഈ റോട്ടിൽ ഓടുന്നു എന്നുള്ളതാണ് ശരിയായത്. ഒന്നാമത്തിൽ എന്താ? ഏകദേശം ഉണ്ട്, 1000-ഓളം ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടും എന്താണ്? ഒരേ മീനിങ് തന്നെ വരുന്നത്. പിന്നെ ഏറെക്കുറെ 50-നധികം അതും എന്താണ്? തെറ്റാണ്. ഉദ്ദേശം എത്രയാ? 20-നടുത്ത് അതും എന്താ? തെറ്റായ പ്രസ്താവനയാണ്. ഇനി 40-ാമത്തെ ചോദ്യം മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാ? PV ആൽബി ആണ്. ഓപ്ഷൻ സി PV ആൽബി ആണ്. 41
വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഏതാണ്? വിവാഹം ചെയ്ത് ഭാര്യയുടെ കൂടെ പാർക്കുന്നവൻ എന്ന് അർത്ഥം വരുന്നത് ഏതാ? ഗൃഹസ്ഥനാണ്. ഓപ്ഷൻ ബി ആണ്, ഗൃഹസ്ഥനാണ്. 42ാമത്തെ ചോദ്യം, മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? മലയാളികൾ എന്നത് ഏത് ബഹുവചന രൂപമാണ്? ഏതാ? അലിംഗ ബഹുവചനമാണ് അല്ലെ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഏത്? മലയാളികൾ. മലയാളികൾ എന്നത് ഏതാ? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. 43, ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ഉൽഗതി എന്നതിൻ്റെ വിപരീതം. ഉൽഗതി എന്നതിൻ്റെ വിപരീതം എന്താ? അധോഗതിയാണ്. ഓപ്ഷൻ ബി അധോഗതി. ഉൽഗതി എന്താ? അധോഗതി. 44, മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കും? മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാ മലരമ്പൻ പിരിച്ചെഴുതുന്നത്? മലര് അധികം അമ്പനാണ് കേട്ടോ. മലര് ആണ്, മലര്. ഓപ്ഷൻ എ ആണ്, മലര് അധികം അമ്പനാണ്. 45, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1, ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. 2, ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. 3, ഇംഗ്ലീഷിനെന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. 4, ഇംഗ്ലീഷിലും മലയാളത്തിലെ തെറ്റുകൾ പോലെ വരാം. ഇതിൽ ശരിയായ വാക്യം ഏതാ? ഏതാ? ഓപ്ഷൻ സെക്കൻഡ് കേട്ടോ, രണ്ടാമത്തെയാണ്. അതായത് ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാമെന്ന്. 46, വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വെണ്ണീർ എന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? വെൺ പ്ലസ് നീറാണ് കേട്ടോ. വെൺ പ്ലസ് നീറാണ്. വെൺ പ്ലസ് നീറ്. ഓക്കെ, വെണ്ണീര് എങ്ങനെ എഴുതാം? വെൺ അധികം നീരാണ്. 47, ശരിയായ പദം കണ്ടെത്താൻ വേണ്ടി അതിഥി എന്നത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? അതിഥി എന്നത് ശരിയായിട്ട് എഴുതുന്നത് എങ്ങനെയാ അതിഥി എന്ന് എഴുതുന്നത്? ഓപ്ഷൻ എ ആണ്, അതിഥി കേട്ടോ. അതിഥിയുടെ സ്പെല്ലിംഗ് നോക്കി വെക്കുക, അതിഥി. ഓക്കെ, 48ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരവസ്ഥയോ വസ്തുതയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലേതാണ് കേട്ടോ. പഴഞ്ചൊല്ലേതാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ വസ്തുതയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. 1, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. 2, അട്ടയ്ക്കു പൊട്ടക്കുളം. 3, കയ്യാടിയാലേ വായാടു. 4, പനിക്കു പട്ടിണി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1, കയ്യാടിയാലേ വായാടു. കയ്യാടിയാലേ വായാടു എന്നും അതുപോലെ പനിക്ക് പട്ടിണി. ഇത് രണ്ടുമാണ് ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ. 49ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ തർജ്ജമ ഏതാണ്? ഇതിൽ തെറ്റായ തർജ്ജമ ഏതാന്ന് കണ്ടെത്താം. 1, ബ്ലൂ ബ്ലഡ്, ഉന്നത കുലജാതൻ. 2, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രേഖാമൂലം. 3, പേഴ്സൺ ആൻഡ് കോൺസ്, അനുകൂല പ്രതികൂല വാദങ്ങൾ. 4, എ റെഡ് ലെറ്റർ ഡേ, അവസാന ദിവസം. ഇതിൽ തെറ്റായ തർജ്ജമ ഏതാന്ന് കണ്ടെത്താം. ഏതാ ഇതിൽ തെറ്റായ തർജ്ജമ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറബിൾ ഡേ ആണ് അല്ലേ. നമ്മളൊരു ഓർക്കുന്ന ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ദിവസത്തെയാണ് നമ്മൾ എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായത് ഓർത്ത് വെക്കുക. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉന്നത കുലജാതനാണ്. ബ്ലൂ ബ്ലഡ് എന്താ? ഉന്നത കുലജാതൻ. പിന്നെ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖാമൂലം. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ? രേഖാമൂലം. 3, പ്രോസ് ആൻഡ് കോൺസ് എന്താ? അനുകൂല പ്രതികൂല വാദങ്ങൾ. പ്രോസ് ആൻഡ് കോൺസ് എന്താ? അനുകൂല പ്രതികൂല വാദങ്ങൾ. 50ാമത്തെ ചോദ്യം, ഭാഷയുടെ സ്വനവ്യവസ്ഥയിൽ അർത്ഥപരമായ വ്യത്യായം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏകകത്തിൻ്റെ പേരെന്താണ്? ഭാഷയുടെ സ്വനവ്യവസ്ഥയിൽ അർത്ഥപരമായ വ്യത്യായം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏകകത്തിൻ്റെ പേര് എന്താ? സ്വനിമമാണ് കേട്ടോ. സ്വനിമം. ഓപ്ഷൻ ബി സ്വനിമമാണ്. 51, വേൾ അധികം തു, വേട്ടു. ഇതേത് സന്ധി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വേൾ പ്ലസ് തു ആണ് വേട്ടു എന്ന് പറയുന്നത്. ഇത് ഏത് സന്ധി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്?
ഏതിലാ? ആദേശസന്ധിയാണ്. ഓപ്ഷൻ എ ആദേശസന്ധി. വേൾ അധികം തു വേട്ടു, ഇതേത് സന്ധിയ? ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. 52 മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? ഏതാ മുൻവിനയച്ചത്തിന്? പറഞ്ഞു പോയില്ല, ഇത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ? പറഞ്ഞു പോയി. മുൻവിനയച്ചത്തിന് ഉദാഹരണമാണ് ഇത് പറഞ്ഞു പോയി. ഇനി 53 ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ ആഡ് ചെയ്തു പോയതാണ്. 54 ചോദ്യം, MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏത് വിഭാഗത്തിൽ പെടുന്നു? MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഏതാ? ബാലസാഹിത്യമാട്ടോ, ബാലസാഹിത്യം. MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് എന്താ? ഒരു ബാലസാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ്. 55 ശരിയായ പദം. ആതിഥേയൻ എന്നത് ശരിയായിട്ട് എങ്ങനെ എഴുതുന്നത്? ആതിഥേയൻ. എങ്ങനെയാ ആതിഥേയൻ എഴുതുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ആതിഥേയൻ. ആതിഥേയൻ എങ്ങനെ എഴുതുന്നത്? ഓപ്ഷൻ ബി ആണ്, നോക്കി നോക്കുക. 56 ആശയ അവതരണ രീതിയുടെ ക്രമം എങ്ങനെയാണെന്ന് എഴുതാം. ആശയ അവതരണ രീതിയുടെ ക്രമം. പദമുണ്ട്, വാക്യമുണ്ട്, വാക്യ സമൂഹമുണ്ട്, അക്ഷരമുണ്ട്. ഇതിൻ്റെ ആശയ അവതരണ രീതിയുടെ ക്രമം എങ്ങനെയാണ്? ആദ്യം വാക്യ സമൂഹമാട്ടോ വരുന്നത്. ആദ്യം വാക്യ സമൂഹം, പിന്നെ വാക്യം, പദം, അക്ഷരം, അക്ഷരം, പദം, വാക്യം, വാക്യ സമൂഹം, അങ്ങനെയും പറയാം. അതുപോലെ വാക്യ സമൂഹം, വാക്യം, പദം, അക്ഷരം എന്നും പറയാം. ഇനി 57 താഴെ കൊടുത്തിട്ടുള്ളതിൽ ബോധധാരാ നോവലുകളുടെ പട്ടികയിൽ പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ബോധധാരാ നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏതാണ്? ഏതാ? ബാല്യകാല സഖിയാണ് കേട്ടോ. താഴെ കൊടുത്ത് തന്നിരിക്കുന്നതിൽ ബോധധാരാ നോവലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? നേരം അരനാഴിക നേരവും സ്വർഗദൂതനും മഞ്ഞും. ഇതൊക്കെ എന്താ? ബോധധാരാ നോവലുകൾക്ക് ഉദാഹരണമാണ്. ഇനി 58 ചോദ്യം, വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുങ്കരം ഈ വരികളിലൂടെ കവി വെളിവാക്കുന്ന ആശയം എന്താണ്? വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുങ്കുരം ഈ വരികളിലൂടെ കവി വെളിവാക്കുന്ന ആശയം എന്താണ്? എന്താ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, മനുഷ്യജീവിതം നശ്വരമാണ് എന്നാണ്. ഇനി 59 OV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം എന്തായിരുന്നു? OV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം എന്താ? അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയുമാണ് കേട്ടോ. ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം എന്താ? അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതുപോലെ അതിൻ്റെ തകർച്ചയുമാണ്. 60 സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടക പദങ്ങളാക്കാൻ കഴിയുന്ന പദം ഏതാണ്? സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടക പദങ്ങളാക്കാൻ കഴിയുന്ന പദം ഏതാ? രൂപഭാവങ്ങളാണ് കേട്ടോ, രൂപഭാവങ്ങൾ. 61 ഉന്നമം എന്ന പദം പിരിച്ചെഴുതിയാൽ കിട്ടുന്ന ശരിയായ പദം എങ്ങനെയാണ്? ഉന്നമം എന്നത് എങ്ങനെയാണ് ശരിയായിട്ട് പിരിച്ചെഴുതുന്നത്? എങ്ങനെയാ ഉന്നമം പിരിച്ചെഴുതുക? ഉദ് പ്ലസ് നമമാണ് കേട്ടോ, ഉദ് പ്ലസ് നമം. ഓപ്ഷൻ ബി ആണ്, ഉദ് പ്ലസ് നം. 62 താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗവചന പ്രത്യായം ചേർന്ന രൂപം ഏതാ? താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗവചന പ്രത്യായം ചേർന്ന രൂപം ഏതാണ്? ഏതാ? അധ്യാപകരാണ്. ഓപ്ഷൻ ബി അധ്യാപകർ. 63 ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏതാ? കൊടുമ്പിരി കൊള്ളുകയാണ്. ഓപ്ഷൻ എ കൊടുമ്പിരി കൊള്ളുക. 64 ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താ? ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താ? ആധിക്യമാണ്. ഓപ്ഷൻ എ ആധിക്യം. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീതമാണ് എന്ത്? ആധിക്യം. 65 ശരിയായ പര്യായ പദം രേഖപ്പെടുത്തിയ പദനിര കണ്ടെത്തുക. അതായത് ഈ 4 ഇത് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഒരേ അർത്ഥം വരുന്ന ഈ ഗണ്ഡനം ഏതാണെന്നുള്ള കണ്ടെത്താം. 1 റിപു ഹരി വൈരി,
രണ്ടാമത്തേത് ഗഗനം, നഭസ്, വ്യോമം. പിന്നെ 4 നഖം, അചലം, വിപിനം. 4 അശ്വം, ദ്യുതം, ദേവനം. ഇതിൽ ഒരേ അർത്ഥം വരുന്ന നിരയുള്ളത് ഏതൊക്കെയാണ്? ഏതായിരിക്കും ഒരേ നിരയുള്ളത്? രണ്ടാമത്തെ എന്തായിരിക്കും? ആകാശത്തിൻ്റെ വരുന്ന എല്ലാം ഒരേ അർത്ഥമല്ലേ? ഗഗനമുണ്ട്, നഭസ്സുണ്ട്, വ്യോമമുണ്ട്. ഇതൊക്കെ എന്താണ്? ശരിയായ ഇതാണ്. ഇനി 66 ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താ? വിജിഗീഷു ആണ്. ഓപ്ഷൻ സി വിജിഗീഷു. 67 ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം എന്താണ്? ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്താ വരിക? വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടാനുണ്ട്. വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടാനുണ്ട്. ഇനി 68 താഴെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. 1 ഏകദേശം യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. ഓപ്ഷൻ ബി യോഗത്തിൽ ഏകദേശം 50ഓളം ആളുകൾ പങ്കെടുത്തു. ഓപ്ഷൻ സി യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. ഓപ്ഷൻ ഡി ആളുകൾ ഏകദേശമായി 50ഓളം പങ്കെടുക്കുകയുണ്ടായി. നമ്മൾ എന്ത് ചെയ്യും? വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും അല്ലേ? എല്ലാത്തിലും ഏകദേശം ഉണ്ട്, 50ഓളം ഉണ്ട്, എല്ലാം ഒരേ മീനിങ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ സി മാത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. ബാക്കി എല്ലാ ഓപ്ഷനിൽ എന്തുണ്ട്? യോഗത്തിൽ ഏകദേശവും 50ഓളം. 50ഓളം എന്ന് പറയുന്നത് എന്താണ്? ഉറപ്പിച്ച് പറയുന്നതല്ല 50 എന്ന് പറയുന്നത് അല്ലേ? 50ഓളം ഏകദേശമാണ് പറയുന്നത്. അതുപോലെ ആ വാക്യത്തിൽ 2 വേർഡും തന്നെ ഏകദേശത്തിനുള്ള ഒരേ മീനിങ് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സിയിൽ മാത്രമേ എന്തുള്ളൂ? ശരിയായ വാക്യമുള്ളൂ. 69ാമത്തെ ചോദ്യം ശരിയായ പദനിര കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. തെറ്റായതല്ലാത്ത വാക്യങ്ങൾ ഏതാണെന്നുള്ളത് കണ്ടെത്തുക. മൂടനുണ്ട്, ഗ്രന്ഥിയുണ്ട്, ബിരുദമുണ്ട്, സമ്രാട്ടുണ്ട്, തത്വമുണ്ട്, കഥനമുണ്ട്. പിന്നെ അടിമത്വം, ഐച്ഛികം, ആവശ്യം. പിന്നെ ചെതൽ, മിറ്റം, ഇങ്ങനെ. ഏതാ ഇതിൽ ശരിയായത്? ഇതിൽ ശരി സമ്രാട്ട്, തത്വം, കഥനം എന്നുള്ളത് കേട്ടോ. സമ്രാട്ട്, തത്വം, കഥനം എന്നുള്ളത്. 70 ചെമ്മനം ചാക്കോക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണ്? ചെമ്മനം ചാക്കോക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ഏതാ? രാജപാതയാണ്. ഓപ്ഷൻ സി രാജപാത. 71 വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി ഏതാണ്? വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി ഏതാ? വിഴുപ്പലക്കുകയാണ്. ഓപ്ഷൻ ഡി വിഴുപ്പലക്കുക. 72 ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏതാണ്? ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏതാ? അപ്രിയ സത്യമാണ്. ഓപ്ഷൻ എ അപ്രിയ സത്യം. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമാണെന്ത്? അപ്രിയ സത്യം. 73 ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആശാ മേനോൻ? കെ ശ്രീകുമാറാണല്ലേ. കെ ശ്രീകുമാർ. 74 ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആരാണ്? തന്നിരിക്കുന്നതിൽ ഉമ്മാച്ചുവിലെ കഥാപാത്രം ആരാ? മായനാണ്. ഓപ്ഷൻ എ മായനാണ്. 75 ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? അവസാനിക്കുക അല്ലെ? അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക, അവസാനിക്കുക എന്നൊക്കെയാണ് ധനാശി പാടുക എന്നതിൻ്റെ അർത്ഥം. ഇനി 76ാമത്തെ ചോദ്യം വികലമല്ലാത്ത പ്രയോഗം ഏതാണെന്ന് തിരിച്ചറിയുക. സമകാലികൻ, സമകാലൻ, സമകാലികൻ, സമാനകാലീനൻ. ഇതിൽ വികലമല്ലാത്ത പ്രയോഗം ഏതാ? സമകാലികനാണ് കേട്ടോ. സമകാലികൻ. ഇനി 77 തന്നിരിക്കുന്ന 77ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്താണ്? അതായത് ചിഹ്നം ഇതാണ്, ചിഹ്നത്തിൻ്റെ പേര് ഈ ചിഹ്നം. ഓക്കെ, എന്താ ചിഹ്നം? ഭിത്തികയാണ് അല്ലേ? ഭിത്തികയാണ് കേട്ടോ. ഏതാ? ഭിത്തികയാണ്. ഈ ചിഹ്നത്തെ പറയുന്ന പേരാണെന്ത്? ഭിത്തിക. ഓക്കെ. 78ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്ന് തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായിട്ട് വരുന്ന പദം ഏതാ? തദ്ധിതത്തിന് മണ്ടത്തമാണ് കേട്ടോ. മണ്ടത്തം. ഓപ്ഷൻ ബി മണ്ടത്തം. 79 താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എഴുതുക. പോകേണ്ടത് പോയാലേ
വേണ്ടത് തോന്നു. പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഏതാണ്? ഏതാ? എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദി ഇവൻറ്റ്. എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദി ഇവൻറ്റ് ആണ് കേട്ടോ. പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നും. 80ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എഴുതുക. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്പെയർ ദി റോഡ് ആൻഡ് സ്പോയിൽ ദി ചൈൽഡ് ആണ് അല്ലേ? സ്പെയർ ദി ചൈൽഡ് ആൻഡ് സ്പോയിൽ ദി സ്പെയർ ദി റോഡ് ആൻഡ് സ്പോയിൽ ദി ചൈൽഡ്. 81, അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയതാരാണ്? അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയത് ആരാ? ബെന്യാമിനാണ്. ഓപ്ഷൻ ഡി ബെന്യാമിന്. 82, ചോര എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ചോര എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? രുതിരമുണ്ട്, രൂപതമുണ്ട്, രോഹിതമുണ്ട്, ശോണിതമുണ്ട്. ഏതാ? രൂപതമാണ് കേട്ടോ. രൂപതം. ചോര എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏതാ? രൂപതം. അപ്പം ചോരയുടെ പര്യായ പദങ്ങൾ പഠിക്കാം. രുതിരമുണ്ട്, രോഹിതമുണ്ട്, ശോണിതമുണ്ട്. രുതിരം, രോഹിതം, ശോണിതം. ഏതിൻ്റെ പര്യായ പദം? ചോരയുടെ പര്യായ പദങ്ങളാണ്. 83, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏതാണെന്ന് കണ്ടെത്തുക. അതായത് അതിഥി ദേവോ ഭവ എന്നത് എങ്ങനെയാണ് എഴുതുന്നത്? അതിഥി ദേവോ ഭവ എങ്ങനെയാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതിഥി ദേവോ ഭവ. 84, അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണെന്ന് കണ്ടെത്തുക. അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഈ വാക്യത്തിൽ തെറ്റായ പ്രയോഗം ഏതാ? പ്രമാണമാണ് കേട്ടോ. പ്രമാണം. അപ്പോൾ അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ട് യോഗം ആരംഭിച്ചു എന്നുള്ളതിൽ പ്രമാണം എന്നുള്ളത് എന്താണ്? തെറ്റാണ്. എന്താ? പ്രണാമമാണ് അല്ലേ? പ്രണാമം. 85, വാകർത്ഥങ്ങൾ എന്ന പദത്തിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? 85ാമത്തെ ചോദ്യം, വാകർത്ഥങ്ങൾ എന്ന പദത്തിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? വാകർത്ഥങ്ങൾ എന്ന പദത്തിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാ? വാക്കും അർത്ഥവുമാണ്. ഓപ്ഷൻ എ വാക്കും അർത്ഥവും എന്നാണ്. വാകർത്ഥങ്ങൾ എന്ന പദത്തിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാ? വാക്കും അർത്ഥവും എന്നാണ്. 86, താഴെ കൊടുത്തവയിൽ തദ്ധിതത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഏതാ? സമർത്ഥമാണ്. ഓപ്ഷൻ ഡി സമർത്ഥം. അപ്പോൾ തദ്ധിതത്തിന് ഉദാഹരണമാണ് ഏതൊക്കെ? പുതുമ, കള്ളത്തരം, ബാല്യം എന്ന്. 87ാമത്തെ ചോദ്യം, സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ കേട്ടോ. അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഏതാ? അതാണ് കേട്ടോ. അത് എന്നുള്ളതാണ്. ഏതാ? അത്. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം എന്താ? അത് എന്നാണ്. ഇനി 88ാമത്തെ ചോദ്യം, തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താ? തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താ? തങ്കയാണ്. ഓപ്ഷൻ ഡി തങ്ക. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് ഇത്? തങ്ക. 89, കാർത്രി എന്ന പദത്തിൻ്റെ പുല്ലിംഗം എന്താ? കാർത്രി എന്ന പദത്തിൻ്റെ പുല്ലിംഗം എന്താ? കർത്താവാണ്. ഓപ്ഷൻ ഡി കർത്താവ്. കാർത്രി, കർത്താവ്. 90, കേമൻ എന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കേമൻ എന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? കേമം അധികം അന്നാണ്. കേമം അധികം അന്നാണ് ഇത്? കേമൻ. 91, വീട് പണി എങ്ങനെയാ ചേർത്ത് എഴുതുന്നത്? വീട് പണി എങ്ങനെയാ? വീട് പണി വീട് അധികം അണി പണി എന്നുള്ളത് എങ്ങനെയാ ചേർത്ത് എഴുതുക? വീടു പണിയാണ് കേട്ടോ. വീടു പണിയാണ്. ഓപ്ഷൻ എ വീടു പണി. ഇനി 92ാമത്തെ ചോദ്യം, ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാ? ചക്കോരമാണ് കേട്ടോ. ചക്കോരം. ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാ? ചക്കോരം. ശാരിക എന്ന് പറഞ്ഞാൽ എന്താ? തത്തയാണ് കേട്ടോ. അപ്പോൾ തത്തയുടെ പര്യായ പദങ്ങളാണ് ഏതൊക്കെ? കീരം, ശുകം, കിളി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? തത്തയാണ്. എന്നാൽ ചക്കോരം എന്ന് പറഞ്ഞാൽ എന്താ? ചക്കോരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പോത്തില്ലേ, നമ്മളെ ചെമ്പോത്തിനെയാണ് എന്ത് പറയുന്നത്? ചക്കോരം എന്ന് പറയുന്നത്. അപ്പോൾ ശാരിക എന്താ? തത്തയാണ്. അതിൻ്റെ പര്യായ പദങ്ങളാണ് ഏതൊക്കെ? കീരം, ശുകം, കിളി എന്ന് പറയുന്നത്. ഇനി 93,
ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ഏതാ ഒരു സ്ഥാനത്തെത്തിക്കുക എന്നതിൽ അർത്ഥം വരുന്നത്? കടവടുപ്പിക്കുകയാണ്. ഓപ്ഷൻ സി, കടവടുപ്പിക്കുക. ഇനി 94ാമത്തെ ചോദ്യം, പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? പ്രാചി എന്നതിൻ്റെ വിപരീത പദം ഏതാ? പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് പ്രതീചിയാണ്. ഓപ്ഷൻ സി, പ്രതീചിയാണ്. പ്രാചി എന്താ? പ്രതീചി. 95 ഒറ്റപ്പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. അറിയാൻ ആഗ്രഹമുള്ളയാൾ, അറിയാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താ? ജിജ്ഞാസു ആണ് കേട്ടോ. ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഏതാ? ജിജ്ഞാസു. 96 കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൈതവം, ദർപ്പണം, കണ്ണാടി, ആദർശം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൈതവം, ദർപ്പണം, കണ്ണാടി, ആദർശം. ഏതാ കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ എ ആണ് അല്ലേ, കൈതവമാണ് അല്ലേ. കൈതവം എന്ന് പറഞ്ഞാൽ എന്താ? കൈതവം എന്ന് പറഞ്ഞാൽ കള്ളമാണ് കേട്ടോ. കള്ളം എന്നതിൻ്റെ പര്യായ പദമാണ് ഇത്, കൈതവം. അങ്ങനെയാണെങ്കിൽ കൈരവം ഏതായിരിക്കും? കൈരവം, കൈരവം. കൈരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര. കൈരവം എന്താ? താമര. കൈതവം കള്ളമാണ്. കൈരവം, രാ വന്നാൽ താമര. രവം എന്താ? താമര. കൈതവമാണെങ്കിൽ കള്ളമാണ്. ഇപ്പോൾ ഇവിടെ ദർപ്പണം, കണ്ണാടി, ആദർശം ഇതൊക്കെ എന്താ? അത് കണ്ണാടിയുടെ പര്യായപദങ്ങളാണ്. ഇത് ആദർശവും ദർപ്പണവും ഒക്കെ കേട്ടോ. ഇനി 97ാമത്തെ ചോദ്യമാണ്, ആപ്പിൾ ഓഫ് ദി ഐ എന്നതിൻ്റെ ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ്? ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ്? എന്താ? കണ്ണിലുണ്ണിയാണ് കേട്ടോ. കണ്ണിലുണ്ണിയാണ്. ഓപ്ഷൻ ബി, കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ എന്താ? കണ്ണിലുണ്ണി. 98 വെള്ളത്തിലെഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം എന്താണ്? വെള്ളത്തിലെഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം എന്താ? ഫലമില്ലാതെ പ്രവർത്തിക്കുക. ഓപ്ഷൻ എ, ഫലമില്ലാതെ പ്രവർത്തിക്കുക. 99ാമത്തെ ചോദ്യം, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്നതിൻ്റെ അർത്ഥം എന്താ? ഈ ചൊല്ലിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതായത് കൊച്ചിയുടെ മഹാത്മ്യമാണ്. ഓപ്ഷൻ എ, കൊച്ചിയുടെ മഹാത്മ്യമാണ്. ഇനി 100ാമത്തെ ചോദ്യം, ഡാഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീത പദം. ഡാഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീത പദം. ഏതാ ഉന്മീലനത്തിൻ്റെ വിപരീത പദം? നിങ്ങൾ കമൻറ്റ് ചെയ്യൂലേ ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്? ഉന്മീലനത്തിൻ്റെ വിപരീത പദം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യണേ.